ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹീറോ ഹോണ്ട പാഷൻ പ്രോ ആണ് വണ്ടി. നിലവിൽ വണ്ടി ബ്രേക്ക് ജാമായിട്ട് വന്നിരുന്നത്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നല്ല രീതിയിൽ ജാമായിരിക്കായിരുന്നു. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നസ് പറഞ്ഞിട്ടുണ്ട്, ബാക്ക് ബ്രേക്കും ചെക്കിനെസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് അയച്ച് നോക്കുമ്പോണ്ടല്ലോ ബ്രേക്ക് ക്യാമൊക്കെ നല്ല ജാമായിരുന്നു, ഫുൾ ടൈറ്റ്. അതായത് ഈ മഴയുമായി ബന്ധപ്പെട്ട് ഒരു ബാക്കിലത്തെ ഈ ബ്രേക്ക് നല്ല മൂവ്മെൻ്റ് ഉള്ള ഭാഗങ്ങൾ അയച്ച് ലീസിങ് ചെയ്യേണ്ടത് അത്യാവശ്യം. അപ്പോൾ ശരിക്കും ആ തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വന്നിട്ടാണ് ഈ പ്രശ്നം കാണിച്ചായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ കേബിളും ടൈറ്റ് ഉണ്ട്. കേബിളിൻ്റെ കയ്യിൽ ഇവിടെ ഔട്ടറൊക്കെ പൊട്ടി നിൽക്കുന്നതാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ തീർന്നേക്കാണ് ഫുള്ള് കേട്ടോ. അപ്പോൾ അത് നമുക്കെന്നാൽ മാറ്റിയിടണം. കമ്പനി ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണം കേട്ടോ. പിന്നെ ചെയിൻ സ്പോക്കറ്റൊക്കെ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തവണയും കൂടി തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം. പക്ഷേ വലിയ താമസമില്ലാണ്ട് തന്നെ ചെയിൻ സ്പോക്കറ്റ് മാറേണ്ടി വരും കേട്ടോ. അതേപോലെ വേറെ അത്യാവശ്യം വർക്കുകളുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലീക്ക് ഉണ്ട്. ഹെഡിൽ ഈ വൈസർ ഫ്രണ്ടിലത്തെ ഹെഡ് ഉണ്ടല്ലോ, അതായത് വൈസറും ഹെഡ്ലൈറ്റും മണ്ണൊക്കെ ഭാഗം അതൊക്കെ ഓൾറെഡി പൊട്ടിയൊക്കെ നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് ബ്രേക്കും ഓയിലിൻ്റെ കേസാണ്. അപ്പോൾ 2 ബ്രേക്കും അഴിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ മാറ്റുന്നുണ്ട്. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ക്യാം ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് കേബിൾ മാറുന്നുണ്ട്. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എന്ത് കോസ്റ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. ഓക്കെ.